നിങ്ങൾക്കൊരു സിംഗിൾ ഓണർഷിപ്പിലുള്ള തല്ലിപ്പൊളിയായ വണ്ടിയാണോ താല്പര്യം, അതോ മൾട്ടിപ്പിൾ ഓണർഷിപ്പുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണോ? ഈ സിംഗിൾ ഓണർ വണ്ടികളുടെ പുറകെ ഓടുന്നവരോട് പറയാനുള്ളത്, സിംഗിൾ ഓണറിൽ തന്നെ വളരെ മോശം വണ്ടികളുണ്ട്. നമ്മളുടെ കമ്പനി ആവശ്യത്തിന് തന്നെ ഒരു ഡസ്റ്റർ വാങ്ങാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ വെഹിക്കിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ട ഒരു സിംഗിൾ ഓണർ വണ്ടിയുണ്ട്. ആ വണ്ടി ഇപ്പോഴും വിറ്റുപോയിട്ടില്ല. അത് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ യൂസ്ഡ് കാർ സെക്ഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. എൻ്റെ ഫ്രണ്ട് അവിടുത്തെ മാനേജറാണ്. അപ്പോൾ ആ വണ്ടി നോക്കാൻ വേണ്ടി അവിടെ ചെന്ന സമയത്ത് നമ്മളിത് മാർക്കറ്റ് പ്ലേസിൽ കണ്ടിട്ടാണ് ചെല്ലണേ. അപ്പോൾ ഞാൻ അവിടോട്ട് കയറി ചെന്നപ്പോൾ കുറേ വർഷത്തിന് ശേഷം ആളിനെ കാണുന്നത്. ആളവിടുത്തെ മാനേജറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആളിനെ കാണുന്നത്. ആൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്തുവാടാ? ഞാൻ പറഞ്ഞു, ദോ ആ കിടക്കുന്ന ഡസ്റ്റർ നോക്കാൻ. എടാ നോക്കണ്ട, എൻ്റെ ചെവിയിൽ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ പറ്റി? അത് ഒരബദ്ധം പറ്റിയതാണ്, എൻജിൻ പണിയാണ്. ഞാൻ പറഞ്ഞു, ഇത് സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണറാണ്, അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല, അറൗണ്ട് ഒരു 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ ആ വണ്ടി ചെന്ന് നോക്കി. ഇത്രയും ശോകം പിടിച്ച ഒരു വണ്ടി റീപെയിൻറ്റിങ് ചെയ്ത് കുളമാക്കിയേക്കുന്നു. എന്തിന് റീപെയിൻറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറച്ചിൽ മാറ്റാൻ പോലെ കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കും. വളരെ മോശം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏതായാലും ഒന്ന് ഓടിച്ചു നോക്കാം, കാരണം നമ്മൾ ടെക്നീഷ്യൻസ് ആണല്ലോ. അഥവാ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടിക്ക് കുഴപ്പമൊന്നും. സ്റ്റാർട്ട് ചെയ്ത് ഓടി തിരിച്ച് നിന്ന് കഴിഞ്ഞാൽ നീ ഇനി ഓഫ് ചെയ്തേച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കും. ഓഫ് ചെയ്തേച്ച് സ്റ്റാർട്ട് ചെയ്താൽ ജമ്മ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവത്തില്ല. വണ്ടിയുടെ പമ്പ് കംപ്ലൈൻ്റ് ആണ്. ഇലക്ട്രിക്കൽ സൈഡിൽ കുറേ അധികം ഇഷ്യൂസ്. ഞാൻ അപ്പോൾ ആളോട് ചോദിച്ചു, ഏത് ദുരന്തനാണ് ഈ വണ്ടിയുടെ ഈ ഓണർ? കാരണം ഇത്രയും ഒരു സിംഗിൾ ഓണർ വണ്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിട്ടേക്കുന്ന പ്രൈസിങ് വെച്ചാൽ ഈ വണ്ടി വന്ന് ഓടിച്ചെങ്കിൽ ഒരു മനുഷ്യനും എടുക്കില്ല. ഞാൻ അതിന് ശേഷം എടുത്ത വണ്ടി തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇപ്പോൾ നമ്മളുടെ കമ്പനി ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന വണ്ടി, നിങ്ങൾ ആഡിനകത്തൊക്കെ കണ്ടിട്ടുള്ള വണ്ടി 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3 ഓണർഷിപ്പ് ഉണ്ട്. അതിൽ 1,20,000 കിലോമീറ്റർ വരെയും ഒരു സിംഗിൾ ഓണർ റെയിലായിരുന്നു. ഈ വണ്ടിയെ സംബന്ധിച്ചുള്ള ട്രാക്ക് ഞാനൊരു സ്ഥലത്ത് ഇൻസ്പെക്ഷന് ചെന്ന സമയത്ത് ആ ഡീലറാണ് ഈ വണ്ടി എടുത്ത് കൊടുത്തത്. അതായത് ഫസ്റ്റ് ഓണറിൽ നിന്ന് എടുത്ത് ഈ വണ്ടി വിറ്റത്. അപ്പോൾ ഇവർക്കറിയാം ഫസ്റ്റ് ഓണർ ആരാണ്, സെക്കൻഡ് ഓണർ ആർക്കാണ് കൊടുത്തത്. അതിനുശേഷം അവർ പറഞ്ഞു, ഇതുപോലെ ഇത് വീണ്ടും കൈമറിഞ്ഞ് പോയിരുന്നു എന്ന് ഞങ്ങൾ കണ്ടു. അതിനുശേഷം ആഡ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് ഇതിൻ്റെ ട്രാക്കിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഈ ഫസ്റ്റ് ഓണറെ ഇരുന്ന സർവീസ് ട്രാക്ക് കറക്റ്റാണ്. ഞാൻ ആ വണ്ടി എടുക്കാൻ പോയപ്പോൾ അതാണ് നോക്കിയത്. 1:20 വരെ സർവീസ് ട്രാക്ക് കറക്റ്റാണ്. പിന്നെ എൻ്റെ കിട്ടുന്ന 1.5. ഇതിനിടെ ഒരു 30,000 കിലോമീറ്ററിലും പുറത്താണ് സർവീസ് ചെയ്തതെങ്കിലും വലിയ മോശമില്ലാത്ത സർവീസായിരുന്നു. നമ്മൾ അതിന് ശേഷം വണ്ടി എടുത്ത് ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി എടുത്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊരു മോശം സിംഗിൾ ഓണർ വണ്ടിയാണോ താല്പര്യം, അതോ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത സെക്കൻഡോ അല്ലെങ്കിൽ തേർഡ് ഓണർഷിപ്പിലുള്ള ഒരു വണ്ടി എടുക്കാനാണോ താല്പര്യം?